ഒരുപാട് ഇടവേളകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഇന്നൊരു ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഓഡിയൻസിനാണെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് നാളായി ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരു വയ്യായിക, അതായത് ഒരു പനി, ഒരു വൈറൽ ഫീവർ ആയിട്ട് മാറി അതിനോട് ബേസ് ചെയ്ത് ചുമയൊക്കെ ആയിട്ട് എനിക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്നെ തന്നെ തീരെ എന്താ പറയണത്, അത്രയ്ക്കും മേലാത്തൊരു സാഹചര്യമൊക്കെ വന്ന സ്ഥിതിക്ക് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഓഡിയൻസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബാംഗങ്ങളാണ്, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണവരാണ് എല്ലാവരും. അപ്പൊ അവർക്ക് അവര് റെഗുലർ ആയിട്ട് നമ്മളോട് കമന്റ്സ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓരോരോ ഡൗട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതാണ് കറക്റ്റ് ആയിട്ട്. അപ്പൊ അതിനും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തോളമായിട്ട് എനിക്ക് സംഭവിച്ചു എന്നുള്ളത്. കാരണം ആദ്യം ഒരു പനി പോലെ എനിക്ക് പെട്ടെന്ന് വന്നതാണ്. ഞങ്ങള് സാധാരണ നമ്മൾ പോകുന്നത് പോലെ റൂട്ടിലൊക്കെ പോയതിനു ശേഷം റൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ അതിന് മരുന്ന് ഇങ്ങനെ കൈമരുന്ന് നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിൽ വിവരമൊക്കെ പറഞ്ഞ് നമ്മൾ പോയി തൽക്കാലത്ത് ആ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. പക്ഷെ ആ മരുന്ന് കഴിച്ചതിന് ശേഷവും എനിക്ക് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് കൂടുതലായിട്ട് വളരെയധികം എന്താ പറയണത്, ശരീരമൊക്കെ ആകെക്കൂടെ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ മാറി. എനിക്ക് പെട്ടെന്ന് മേലാത്തൊരു സാഹചര്യമൊക്കെ വന്നു. അങ്ങനെ എനിക്ക് യൂട്യൂബിൽ കുറേ നാളായിട്ടൊക്കെ വീഡിയോസ് കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഓഡിയൻസ് ആണെങ്കിലും ഒരുപാട് പേര് കമന്റ്സ് ആയിട്ടും ഡൗട്ട് ആയിട്ടൊക്കെ ഒരുപാട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കാനും പറ്റാത്തൊരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സ്റ്റേജ് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു വർഷത്തിൽ നമ്മുടെ ബിസിനസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു എന്ന് പറയണത് വെച്ചാൽ ഈ ചിങ്ങമാസം വരാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. കാരണം ചിങ്ങമാസത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏത് ബിസിനസ് ആയിക്കോട്ടെ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നതും ഏതൊരു മേഖലയിലും നമുക്ക് ചിങ്ങത്തിനോടാണ് നമുക്ക് ഇത്തിരി കച്ചവടവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു മാസത്തിൽ ചിങ്ങം പിറക്കുന്നതിന് ഒരു 2 വീക്സ് മുന്നേ തന്നെ എനിക്ക് ഈ ഒരു പനിയും കാര്യങ്ങളൊക്കെ വന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഒരുപാട് ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് ഈ ചെറിയ ചില്ലറ കച്ചവടം ഇല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ടാണ് നമ്മൾ ബോക്സുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ എല്ലാ വീഡിയോസിലായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. അപ്പൊ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായത്. കാരണം ഓണത്തിനോട് എനിക്ക് തീരെ ഞാൻ അടിപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ സെയില് കാര്യങ്ങളൊന്നും നമുക്ക് നടന്നില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടായിരുന്ന സെയിലും കൂടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്റെ പനി കാര്യങ്ങളൊക്കെ മാറി ഞാൻ വളരെയധികം റിക്കവർ ആയി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് കച്ചവട കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് 2 കാര്യത്തിലാണ് നമുക്ക് വളരെയധികം ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഓഡിയൻസ് നമ്മളോട് ഈ പറഞ്ഞ പോലെ ഡൗട്ട് കാര്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരുപാട് പേര് ബിസിനസ് തുടങ്ങിയിട്ട് ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഏതൊക്കെ ബ്രാൻഡിലുള്ള തേയിലകളാണ് എടുക്കുന്നത്, ഏതാണ് എടുക്കേണ്ടത്, ഗ്രേഡുകൾ ഏതാണെന്നുള്ള കുറെ ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവര്. അപ്പൊ അതിനുള്ള റിപ്ലൈ കാര്യങ്ങൾ ഞാൻ റെഗുലർ ആയിട്ട് ഞാൻ അവർക്ക് വോയിസ് ആയിട്ടും കമന്റ് ആയിട്ടൊക്കെ ഞാൻ അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു വയ്യായ്ക വന്നത്. കറക്റ്റ് ആ ഒരു ഓണത്തിന്റെ സമയമാണെന്നുള്ളതും കൂടി നിങ്ങൾ ഓർക്കണം. കാരണം വെച്ചാൽ പിന്നെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത്രയും നാളത്തെ പോയിക്കോട്ടെ, അത്രയും നാളെ നമ്മുടെ ആ ഒരു സെയില് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടെങ്കിലും ആ ഒരു റെഗുലർ ആയിട്ട് നമ്മളോട് വർഷങ്ങളായിട്ട് റെഗുലർ ആയിട്ട് നമ്മളോട് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന കടക്കാർ ഈ പറഞ്ഞതുപോലെ വേറെ തേയില പോയി അവര് വേറെ വാങ്ങി. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സാധനം അവർ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് തേയില കിട്ടിയില്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ പുറത്തു പോയി തേയില എടുക്കേണ്ട ഒരു സാഹചര്യം അവരുടെ സാഹചര്യമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അപ്പൊ അതിലൂടെ നമുക്ക് 2 കാര്യങ്ങളിലാണ് നമുക്ക് ഈ ഒരു വിഷമം ഉണ്ടായതെന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഓഡിയൻസിന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കമന്റ് കാര്യങ്ങൾ കൊടുക്കാൻ സാധിച്ചില്ല. 2 എനിക്ക് എന്റെ ആ ഒരു സെയില് കാര്യങ്ങൾ ഓണത്തിന് ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത്, ഞാൻ കുറെ കാൽക്കുലേഷൻ ആയിട്ട് വെച്ചിരുന്ന ആ ഒരു കാര്യം എനിക്ക് ഓണത്തിന് നടന്നില്ല എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വീഡിയോ കണ്ടതിന്, കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയേക്കണ തന്നെ ഒരുപാട് പേർക്ക് സ്വന്തമായിട്ടൊരു ജോലി, അതായത് അവര് ഈ പറഞ്ഞതുപോലെ ഒത്തിരി ആളുകൾ ഒരുപാട് മേഖലകളിൽ സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാനായിട്ട് ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ആണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. മറ്റൊരാളുടെ കീഴിൽ നിൽക്കാതെ തന്നെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഓരോരോ വീഡിയോസിലൂടെ ഞാൻ ഓരോ ബ്രാൻഡുകൾ അവതരിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവർക്ക് ഈ ബ്രാൻഡ് അറിഞ്ഞിട്ട് അവർക്കും സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങാൻ ആ ഒരു ബിസിനസ് അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണത്തിന് ഒരുപാട് ആളുകൾ കാസർഗോഡ് ഭാഗത്ത് കൊല്ലം തൃശ്ശൂർ ഒരുപാട് ജില്ലയിലുള്ള ഒരുപാട് ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവര് ഒരുപാട് കച്ചവടം അവർക്ക് ഒരുപാട് നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അവർ വളരെയധികം സക്സസ് ആയി, ഈ ബിസിനസ്സിൽ സക്സസ് ആയി എന്ന് വേണം എനിക്ക് തീർത്ത് പറയാനായിട്ടുള്ളത്. അടുത്ത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ പറഞ്ഞതുപോലെ രണ്ട് കമന്റുകളാണ് മെയിനായിട്ട് നമുക്ക് കാണാനുണ്ടായ ഒരു സാഹചര്യം. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡുള്ള ഒരു ചേട്ടനാണ്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചു എന്നുള്ളത്. അതിനുശേഷം ഓണത്തിനോട് എനിക്ക് മനസ്സിലായി ഇത് വളരെയധികം എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു ബിസിനസ്സാണ്. ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്, വളരെയധികം സന്തോഷമുണ്ട് എനിക്കിപ്പോൾ തുടങ്ങിയതിൽ. ഞാനിപ്പോൾ ഇത് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് എന്നും പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് തന്നതായിട്ട് ഇതെനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മെസ്സേജ്. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് തുടങ്ങി അത് വിജയിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. എത്ര നമ്മൾ ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഏതൊരു മേലാത്തൊരു സാഹചര്യമാണെങ്കിലും ഇതുപോലെയുള്ള ആളുകളുടെ ആ ഒരു നല്ല നല്ല കമന്റുകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അത് സന്തോഷമുണ്ട്. പിന്നെ മെയിനായിട്ട് വേറൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ നമ്മുടെ വീഡിയോസ് കാണാതെ നമ്മുടെ റിപ്ലൈ കിട്ടാതെ വന്നപ്പോൾ ഒത്തിരി ആളുകൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് വോയിസ് കോളുകളല്ല വോയിസ് മെസ്സേജുകളും അതോടൊപ്പം തന്നെ ഒരുപാട് കമന്റുകൾ കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ഞാൻ ഈ ചാനൽ നമ്മുടെ യൂട്യൂബിന്റെ ഈ ചാനൽ ഞാൻ ഈ വീഡിയോസ് ഓരോന്നും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് ഫോണിലൂടെ ആൻഡ്രോയിഡ് ഫോണിലൂടെയാണ് ഞാൻ ഈ വീഡിയോസുകളൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജും കഴിഞ്ഞ് ഒരുപാട് വോയിസുകളും ഒരുപാട് മെസ്സേജുകളൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ വളരെയധികം ഹാങ് ആവേണ്ട ഒരു സാഹചര്യം ഹാങ് ആയപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നെ സാധാരണ ഒരു കോള് പോലും വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വേണം എന്റെ ഫോൺ അങ്ങനെ അങ്ങോട്ട് മാറി. അങ്ങനെ പിന്നെ ആ ഒരു ഫോണൊക്കെ ഇപ്പൊ ഞാൻ മാറി, ഇപ്പൊ പുതിയൊരു ഫോണാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ഈ വീഡിയോസ് കാണുന്ന എല്ലാ അംഗങ്ങളും ഈ പറഞ്ഞതുപോലെ നമുക്ക് വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ കമന്റുകളോ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്താം. നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മുമ്പത്തെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട് അത്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ റെഗുലർ ആയിട്ട് ബിസിനസിനെ കുറിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഗ്രേഡിന്റെ കാര്യത്തിലോ ബ്രാൻഡിന്റെ കാര്യത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജോ വോയിസോ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് കുറെ പേരുടെ ഒരു മിസ്റ്റേക്ക് എന്താ പറ്റിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞതുപോലെ പകുതി വീഡിയോ കണ്ടഴിച്ചും അവർ പോയി നേരെ വന്നിട്ട് അവർ മെസ്സേജ് ഇട്ടിട്ട് അവരിങ്ങനെ ചോദിക്കുകയാണ് ഏതാണ് എടുക്കേണ്ടത് എന്താണെന്നുള്ളത്. അവർ ഒന്നും അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് അവർ മനസ്സിലാക്കുന്നതിന് മുമ്പ് എടുത്ത് ചാടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ വിജയിച്ച ആളുകളുടെ കാര്യം എന്ന് വെച്ചാൽ റെഗുലർ ആയിട്ട് ഞാൻ എടുത്ത വീഡിയോസ് കണ്ടതിന് ശേഷം അതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേര് സക്സസ് ആയവരെന്നുള്ളത് ഞാൻ എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടേക്കണ കാര്യമാണ് ഞാൻ ഈ മെയിനായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരുപാട് സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എനിക്ക് മേലായി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങത്തിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ചിങ്ങത്തിന് നല്ല ബിസിനസ് നമ്മുടെ ബിസിനസ് നന്നായിട്ട് ഗ്രോ ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ റൂട്ടിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നഷ്ടമായിരിക്കും. കാരണം നമ്മുടെ ഡീസലിന്റെ ചാർജും അതോടൊപ്പം തന്നെ നമ്മുടെ അന്നത്തെ ആ ഒരു എഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കിയ ആ ഒരു ഏർണിങ്സ് നമുക്ക് അന്നത്തെ ദിവസം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ഓണത്തിനോടനുബന്ധിച്ചായിരിക്കും നമുക്ക് കൂടുതലും നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു എന്താ പറയുക കറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ റെഗുലർ ആയിട്ട് നമ്മൾ റൂട്ടിൽ പോകും. നമുക്ക് നഷ്ടകാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്നിരുന്നാലും നമ്മൾ റൂട്ടിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സെയില് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടകാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓണത്തിനുമാണ് അത് കൂടുതലായിട്ടും റിക്കവർ ചെയ്തെടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ തേയിലയുടെ കാര്യം ചോദിച്ച് എൻ്റെ കോളുകൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. തേയിലയുടെ വിലയുടെ കാര്യം ചോദിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. വില ഓൾറെഡി ചിങ്ങത്തിന് കർക്കിടക മാസത്തിന് പകുതിയോടുകൂടി തന്നെ വില അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഓപ്ഷനിൽ നടക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാനത് ലാസ്റ്റ് ഞാൻ ആ ഈ മേലായിക വന്നതിന് മുമ്പായിട്ടുള്ള ലാസ്റ്റ് വീഡിയോസിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ഇനി നടക്കത്തില്ല, ഇനി സിവിൽ സപ്ലൈസുകാർ കയറി അമിതമായിട്ട് സ്റ്റോക്ക് എടുത്തേക്കണം, കാരണം ഇനിയിപ്പോ ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു വിലയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ
ഇതിനുശേഷം ഈ ചിങ്ങം ഒക്കെ കഴിഞ്ഞ് കന്നിമാസത്തിനോടനുബന്ധിച്ച് വീണ്ടും ലേലം നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രൈസ് ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. വരും വീഡിയോകളിലായിട്ട് ഞാൻ അതിന്റെ ഓരോരോ ബ്രാൻഡിലുള്ള തേയിലയുടെ വിലകൾ പോയിരിക്കുന്നത്, അത് ഏത് റേറ്റിനാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇനി റെഗുലർ ആയിട്ട് ചെയ്യും. അപ്പോൾ എന്റെ ഓഡിയൻസ്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ ഒരു സോറി ചോദിക്കുന്നത് വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സിന് എനിക്ക് ഈ പറഞ്ഞതുപോലെ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് മനഃപൂർവ്വം ഉണ്ടായ ഒരു സാഹചര്യമല്ല, എൻ്റെ ആ ഒരു മേലായികയിൽ കൊണ്ട് എനിക്ക് സംഭവിച്ച ആ ഒരു പ്രശ്നമാണത്. അപ്പൊ റെഗുലറായിട്ട് ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി, അതായത് നിങ്ങളാണ് എൻ്റെ ഒരു വിജയം. അതോടൊപ്പം തന്നെ എൻ്റെ ആ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഓരോരോ വീഡിയോസും ഓരോരോ ബ്രാൻഡും ഓരോരോ ഗ്രേഡ് കാര്യങ്ങളും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി മുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.